Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CE 407 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 2-ലെ 6th മൊഡ്യൂളിൽ നിന്നുള്ള 4th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ബ്രേക്ക് വാട്ടർ. ബ്രേക്ക് വാട്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡിസൈൻ കൺസിഡറേഷൻ, പർപ്പസ്, സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബ്രേക്ക് വാട്ടർ? അപ്പോൾ കഴിഞ്ഞ ലെക്ചേഴ്സിലൊക്കെ നമ്മൾ ബ്രേക്ക് വാട്ടർ എന്താണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ബ്രീഫ് ഒരു ഐഡിയ നമുക്കുണ്ട്. അപ്പോൾ ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊട്ടക്ഷൻ ബാരിയർ കൺസ്ട്രക്റ്റഡ് ടു ഫോം ആൻ ആർട്ടിഫിഷ്യൽ ഹാർബർ വിത്ത് എ വാട്ടർ ഏരിയ സോ പ്രൊട്ടക്റ്റഡ് ഫ്രം ദ എഫക്റ്റ് ഓഫ് സീ വേവ്സ് ആസ് ടു പ്രൊവൈഡ് സേഫ് അക്കോമഡേഷൻ ഫോർ ഷിപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഹാർബർ ഏരിയ കൺസ്ട്രക്ട് ചെയ്യാൻ, ഇപ്പോൾ ഇത് സീ ഷോറാണ്, ഇതാണ് നമ്മുടെ സീ ഏരിയ. അപ്പോൾ സീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എൻക്ലോസ്ഡ് ഏരിയ കൺസ്ട്രക്ട് ചെയ്യണം, അല്ലേ? വേവ്സോ വിൻഡിൻ്റെ ആക്ഷനൊന്നും ഇല്ലാത്ത ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ, സീൻ്റെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആ പ്രൊട്ടക്ഷൻ വാള്, പ്രൊട്ടക്ഷൻ ബാരിയറിനെയാണ് നമ്മൾ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. Alignment of the breakwater should be as straight as possible. Intersection angle not greater than 60 degree. In open sea, alignment should be curved to protect the effect of wave. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ബാരിയർ ആണ് ബ്രേക്ക് വാട്ടർ. അപ്പോൾ ബ്രേക്ക് വാട്ടർ അലൈൻമെൻറ്റ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം മാക്സിമം അത് സ്ട്രെയിറ്റ് ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രേക്ക് വാട്ടറിൻ്റെ അലൈൻമെൻറ്റ് സ്ട്രെയിറ്റ് ആയിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം. ഇൻ്റർസെക്ഷൻ ആംഗിൾ, ഇപ്പോൾ ഒരു പോർഷൻ കഴിഞ്ഞു അടുത്ത പോർഷനിലേക്കുള്ള ആ ഒരു ഇൻ്റർസെക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ നോട്ട് ഗ്രേറ്റർ ദാൻ 60 ഡിഗ്രി ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇൻ ഓപ്പൺ സീ അലൈൻമെൻറ്റ് ഷുഡ് ബി കേർവ്ഡ് ടു റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് സീ. ഓക്കെ, ഇനി ആ ഒരു സീയുടെ പോർഷനിൽ, ഇപ്പോൾ ഇത് സീ ഷോറാണ്, ഈ സീയുടെ പോർഷനിൽ അത് കേർവ്ഡ് ആയിരിക്കണം. കാരണം ഇവിടെ നിന്നായിരിക്കും സീ വേവ്സ് വരുന്നത്. അപ്പോൾ സീ വേവ്സിൻ്റെ ആക്ഷനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കേർവ്ഡ് ആയിരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഒരു ഹാർബറാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഹാർബർ പോർഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സീ ഷോർ. ഇപ്പോൾ ഇവിടെ നിന്നുള്ള വേവ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബ്രേക്ക് വാട്ടർ, ഇവിടെ ഒരു ബ്രേക്ക് വാട്ടർ, ഇതൊരു ബ്രേക്ക് വാട്ടർ, ആ രീതിയിൽ നമ്മൾ പ്രൊട്ടക്ഷൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ അറിയാം ഇത് പക്കാ സ്ട്രെയിറ്റ് ആണ്. അത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ സ്ട്രെയിറ്റ് ആണ്, ഇത് സ്ട്രെയിറ്റ് പോർഷനാണ്, ഇവിടെ ചെറിയൊരു കേർവ്ഡ് പോർഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ബ്രേക്ക് വാട്ടർ അലൈൻമെൻറ്റ് കൊടുക്കുന്നത്. ഇതൊരു നാച്ചുറൽ ബ്രേക്ക് വാട്ടറാണ്, കോൺക്രീറ്റ് അല്ലാതെ റബിൾസ് വെച്ച് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ബ്രേക്ക് വാട്ടറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഇതാണ് സ്റ്റിൽ വാട്ടർ അല്ലെങ്കിൽ ഹാർബർ പോർഷൻ വരുന്നത്, ഇതാണ് നമ്മുടെ സീ വേവ്സ് വരുന്നത്. അപ്പോൾ സീ വേവ്സ് അകത്തേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളിതാ ഇതുപോലത്തെ ഒരു റബിൾ മേസൺറി വെച്ചിട്ട് ഒരു കൺസ്ട്രക്ഷൻ ചെയ്തേക്കുവാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റോഡ് വേയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിസിറ്റേഴ്സിനും ടൂറിസ്റ്റിനൊക്കെ അകത്തേക്ക് നമുക്ക് വന്ന് വിസിറ്റ് ചെയ്യുകയും ചെയ്യാം. അടുത്ത പർപ്പസ്, എന്തിനാണ് നമ്മൾ ബ്രേക്ക് വാട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടു ഡിസ്ട്രോയ് ദ ആക്ഷൻ ഓഫ് വേവ്സ് ആൻഡ് വിൻഡ്. വിൻഡിൻ്റെയും വേവ്സിൻ്റെയും ആക്ഷൻ ഡിസ്ട്രോയ് ചെയ്ത് അത് ഹാർബറിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് വാട്ടേഴ്സ് കൊടുക്കുന്നത്. ഇറ്റ് ഹാസ് ആൻ എബിലിറ്റി ടു പ്രിവെൻറ്റ് ഇറോഷൻ. അതേപോലെ നമ്മുടെ ഹാർബറിൻ്റെ പോർഷനിലുള്ള സോയിൽസിനെ ഇറോഡ് ചെയ്ത് പോകാതെ നമുക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ ബ്രേക്ക് വാട്ടർ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഗീവ്സ് ഷോർ പ്രൊട്ടക്ഷൻ. അതേപോലെ ഹാർബറിൻ്റെ തീരം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലേ? വേവ്സിൻ്റെയും ഇറോഷൻ ആക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മണ്ണ് ഒലിച്ചു പോവുകയും കുറേ മണ്ണ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടുത്തെ ഷോറിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം ഹാർബറിനെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രേക്ക് വാട്ടർ യൂസ് ചെയ്യാം. ഇറ്റ് ഹാസ് ലോഡിങ് അൺലോഡിങ് ഫെസിലിറ്റി. ലോഡിങ് അൺലോഡിങ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഇതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇവിടെ ഷിപ്പ് വരുമ്പോഴൊക്കെ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബ്രേക്ക് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്ത വരുന്നത് ബ്രേക്ക് വാട്ടർ അലൈൻമെൻറ്റ്. ഇപ്പോൾ ഈ ഒരു ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹാവിങ് 2 എൻട്രൻസ് ഗേറ്റ്, 2 എൻട്രൻസ് ഗേറ്റ് ഉള്ള ഒരു ബ്രേക്ക് വാട്ടറിൻ്റെ അലൈൻമെൻറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു എൻട്രൻസ് ആണ്, ഇത് ഒരു എൻട്രൻസ് അല്ലെങ്കിൽ എക്സിറ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയായിരിക്കണം വരുന്നത്? ഇതാണ് നമ്മുടെ ഷോർ ലൈൻ, നമ്മുടെ തീരം. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് വാട്ടർ, അതിൻ്റെ എൻഡ് നമ്മൾ കേർവ്ഡ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ബ്രേക്ക് വാട്ടർ പിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെയും ഒരു ബ്രേക്ക് വാട്ടർ ഉണ്ട്, അതിൻ്റെ അറ്റത്തൊരു റൗണ്ടഡ് പിയർ ഉണ്ട്. ഇനി ബാക്കി പോർഷൻ ഇതൊരു ബ്രേക്ക് വാട്ടറാണ്. ഇതിൻ്റെ രണ്ടറ്റത്തും ആ വേവ്സിൻ്റെ ആക്ഷൻ സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടി പിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് ഒരു എൻട്രൻസ് ആണ്, ഇത് ഒരു എൻട്രൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ വിൻഡിൻ്റെയും വേവ്സിൻ്റെ ആക്ഷനൊക്കെ ഈ രീതിയിലാണ് വരുന്നത്. നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അതേപോലെ ഷിപ്പിൻ്റെയും ബോട്ടിൻ്റെയൊക്കെ എൻട്രി ഇവിടെ കൂടിയുണ്ട്, ഇവിടെ കൂടിയുണ്ട്. ഇതാണ്
2 എൻട്രൻസ് ഗേറ്റ് ഉള്ള ബ്രേക്ക് വാട്ടറിൻ്റെ അലൈൻമെൻറ്റ് വരുന്നത്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒറ്റ എൻട്രൻസേ ഉള്ളൂ, ബ്രേക്ക് വാട്ടറിന് ഒറ്റ എൻട്രൻസേ ഉള്ളൂ ഹാർബറിലേക്ക്. ഇതാണ് നമ്മുടെ ഷോർ ലൈൻ, ഇതാണ് നമ്മുടെ ഓപ്പൺ നമ്മുടെ എൻട്രൻസ് ഗേറ്റ്. യൂഷ്വലി ഇതാണ് നമ്മുടെ സീ വേവ്സ് ഫോം ചെയ്യുന്ന ഡയറക്ഷൻ. അപ്പോൾ അതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ബ്രേക്ക് വാട്ടർ നമ്മൾ ഈ ഒരു സൈഡിൽ കൊടുക്കും. വേവ്സിൻ്റെ ആക്ഷൻ വരുന്ന ഏരിയയിൽ കേർവ്ഡ് ആയിട്ട് കൊടുക്കും, ബാക്കി പോർഷനിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കും, ഏറ്റവും അറ്റത്തൊരു പിയറും കൊടുക്കും. ഇവിടെ നിന്ന് നമുക്ക് എൻ്റർ ചെയ്യാം, ഇവിടെ നിന്ന് നമുക്ക് ഹാർബർ ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാനും പറ്റും. അടുത്തത് ആംസ് ഓഫ് ബ്രേക്ക് വാട്ടർ കൺവേർജ് ആൻഡ് ഓവർലാപ്പ്. അപ്പോൾ ഇവിടെ ഷോർ ലൈൻ വരുന്നത് ഇവിടെയാണ്, ഇതാണ് കടൽ തീരം വരുന്നത്. ഇതൊരു ബ്രേക്ക് വാട്ടറാണ്, ഇത് അടുത്ത ബ്രേക്ക് വാട്ടറാണ്. അപ്പോൾ ഒരു രീതിയിലും ഇതിൻ്റെ അകത്തേക്ക് വിൻഡും വേവ്സ് കയറാതിരിക്കാൻ വേണ്ടി നമ്മളിതിനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം വന്ന് ഈ ഒരു ബ്രേക്ക് വാട്ടർ ഇവിടെ വന്ന് നിന്നു, ഇവിടെ ഒരു പിയർ കൺസ്ട്രക്ട് ചെയ്തു. അടുത്ത ബ്രേക്ക് വാട്ടർ സ്ട്രക്ചർ ഇവിടെ വന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഷിപ്സിന് ഇതിൻ്റെ അകത്തുകൂടി എൻ്റർ ചെയ്യാനും ഇവിടെ വന്ന് ടേൺ ചെയ്ത് തിരിച്ച് ഇതിൻ്റെ അകത്തുകൂടി തന്നെ പോകാനും ഫെസിലിറ്റി നമുക്ക് ഒരുക്കാൻ പറ്റും. അപ്പോൾ വിൻഡ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്താലും ഈ ഒരു ഹാർബറിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് ദ ആംസ് ഓഫ് ദ ബ്രേക്ക് വാട്ടർ കൺവേർജ് ആൻഡ് ഓവർലാപ്പ്. കൺവേർജ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ടൈപ്പ് ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ഷൻ്റെ അലൈൻമെൻറ്റ്. ഓക്കെ, ഇനി അടുത്ത ഡിസൈൻ ഇൻഫർമേഷൻ ആൻഡ് കൺസെൻട്രേഷൻ. ഒരു ബ്രേക്ക് വാട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്തൊക്കെയായിരിക്കണം? ഇൻഫർമേഷൻസ് ഷുഡ് ബി കളക്റ്റഡ് ഫോർ ഡിസൈൻ ഓഫ് ബ്രേക്ക് വാട്ടർ ആർ. ബ്രേക്ക് വാട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യേണ്ട ഇൻഫർമേഷൻസ് ആണ് ആദ്യം പറയുന്നത്. ഒന്നാമത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോസ്റ്റൽ കറണ്ട്, ആ തീരത്തടിക്കുന്ന കറണ്ട്സ്, വേവ് ആക്ഷനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. കോസ്റ്റ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ. ഇപ്പോൾ ബ്രേക്ക് വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് സ്ട്രക്ചറാണല്ലേ. ബ്രേക്ക് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, കടൽ ഭിത്തി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കല്ലുകളും അതിൻ്റെ അകത്ത് വർക്കുകളൊക്കെ വേണ്ടി വരും, കാരണം നല്ല ലെങ്ത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും അതിൻ്റെ കോസ്റ്റൊക്കെ എത്രയാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇൻഫർമേഷനായിട്ട് നേരത്തെ കളക്ട് ചെയ്തു. ഡയറക്ഷൻ ആൻഡ് ഫോഴ്സ് ഓഫ് പ്രിവെയിലിംഗ് വിൻഡ്. ഇനി ഏത് ഡയറക്ഷനിലാണോ നമുക്ക് ഈ ഒരു ബ്രേക്ക് വാട്ടർ കർവ് ചെയ്ത് കൊടുക്കേണ്ടത്, സ്ട്രെയിറ്റ് കൊടുക്കേണ്ടത്, ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടത്, അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാർബറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തീരത്തേക്ക് അടിക്കുന്ന വിൻഡിൻ്റെ ഡയറക്ഷനും അതിൻ്റെ ഫോഴ്സും എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അടുത്തത് നേച്ചർ ഓഫ് ബോട്ടം ഫൗണ്ടേഷൻ. നമ്മൾ ഈ ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ചുമ്മാ കൊണ്ട് നമുക്ക് ഡംപ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ തൊട്ട് താഴെ ആ ഒരു വെള്ളത്തിൻ്റെ താഴെയുള്ള ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു റിവർ ബെഡ്, സീ ബെഡ് ഏത് രീതിയിലാണ് കിടക്കുന്നത്. അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സോയിലാണെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്താലേ ഈ ഒരു റബിൾസൊക്കെ കൊണ്ട് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അവിടുത്തെ ഫൗണ്ടേഷൻ്റെ നേച്ചർ എന്താണെന്ന് സ്റ്റഡി ചെയ്യണം. അടുത്ത പ്രൊബബിൾ മാക്സിമം ഹൈറ്റ്, ഫോഴ്സ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് വേവ്. ആ ഒരു തീരത്തടിക്കുന്ന തിരമാലയുടെ ഹൈറ്റ്, ഫോഴ്സ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്നുള്ളത്, മാക്സിമം ഹൈറ്റും ഫോഴ്സും ഇൻറ്റൻസിറ്റി അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്ത കൺസിഡറേഷൻ, ഡിസൈൻ കൺസിഡറേഷൻ ആണ് പറയുന്നത്. ഒരു ബ്രേക്ക് വാട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്. ദ ഡിസൈൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ എക്സ്ട്രീം ഫിനോമിന ഓഫ് വിൻഡ് ആൻഡ് വേവ്സ്, നോട്ട് ആൻ ആവറേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നോർമലി ഉണ്ടാകുന്ന വേവ്സിൻ്റെയോ വിൻസിൻ്റെയോ എഫക്റ്റ് വെച്ചിട്ടല്ല നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ആ ഒരു തീരത്തുണ്ടായിരിക്കുന്ന പ്രൊബബിൾ മാക്സിമം വിൻഡും മാക്സിമം വേവിൻ്റെയും ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബ്രേക്ക് വാട്ടർ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. എക്സ്ട്രീം കണ്ടീഷനാണ് ഡിസൈൻ ചെയ്യുന്നത്, അല്ലാണ്ട് ആവറേജ് വിൻഡിനോ വേവ്സിനോ വേണ്ടിയിട്ടല്ല. ദ ഹൈറ്റ് ഓഫ് വേവ് ഷുഡ് ബി ഡിറ്റർമൈൻഡ് ഫ്രം ദ ഇക്വേഷൻ H is equal to 0.34 റൂട്ട് എഫ്. എഫ് എന്ന് വെച്ചാൽ ഫെച്ച് ആണ്. ഫെച്ച് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേവ് ഹൈറ്റ് എത്രയൊക്കെ വരെ വരും എന്നുള്ളത് കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ H is equal to, H എന്ന് വെച്ചാൽ വേവ് ഹൈറ്റ് ആണ്, is equal to 0.35 റൂട്ട് എഫ് ആണ്. എഫ് എന്ന് വെച്ചാൽ ഫെച്ച് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക് വാട്ടർ ഡിസൈൻ ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് be seen that the material in the foundation is not subjected to score. അപ്പോൾ ഫൗണ്ടേഷൻ മെറ്റീരിയൽ സ്കോർ ഒലിച്ചു പോകാത്ത രീതിയിൽ വേണം നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാൻ. അപ്പോൾ ആ രീതിയിലത്തെ ഫൗണ്ടേഷൻ വേണം നമ്മൾ കൺസിഡറേഷൻ ചെയ്യാൻ. ഇനി അടുത്ത ഫോഴ്സസ് ആക്ടിങ് ഓൺ ബ്രേക്ക് വാട്ടർ. ബ്രേക്ക് വാട്ടറിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഫോഴ്സ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റെഡ്യൂസ് ദ അപ്പാരൻറ്റ് വെയിറ്റ് ആൻഡ് ദ സ്ട്രക്ചർ എക്സ്പീരിയൻസ് വെയിറ്റ് ലോസ്. അപ്പോൾ ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വെള്ളത്തിൻ്റെ അകത്താണ് നമ്മൾ ഈ ഒരു ഭിത്തി കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റും ഉണ്ട്. ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഈ മുകളിലേക്കും താഴത്തേക്കൊക്കെ ആയിട്ട് തിര പോലെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കൊണ്ട് എന്താണ്, ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഒറിജിനൽ വെയിറ്റ് എത്രയാണോ
ഈ ഒരു സ്ട്രക്ചറിന് വെയിറ്റ് ലോസ് അനുഭവപ്പെടും, ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ അപ്വേർഡ് ഫോഴ്സ് ഉള്ളതുകൊണ്ട്. ഹെൻസ് ദ ഫൗണ്ടേഷൻ ഷുഡ് ബി മെയ്ഡ് അബ്സല്യൂട്ട് ഇംപെർവിയസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭിത്തി കൺസ്ട്രക്ട് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ താഴെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്താണോ അത് ഇംപെർവിയസ് ആയിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാൻ. അതായത് അതിൻ്റെ അകത്തുകൂടി വെള്ളം കയറി ഇറങ്ങി പോകുന്ന രീതിയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ. അടുത്ത എക്സ്റ്റേണൽ ഫോഴ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇൻക്ലൂഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് വിൻഡ് ആൻഡ് വേവ്. കടൽ തീരത്തടിക്കുന്ന വിൻഡിൻ്റെയും വേവിൻ്റെയും ഇൻറ്റൻസിറ്റി, അതാണ് അടുത്ത ഫോഴ്സ്. അടുത്ത പവർ ഓഫ് വിൻഡ് പ്രൊഡ്യൂസ് വൈബ്രേഷൻസ് ഇൻ മേസണറി സ്ട്രക്ചർ ആൻഡ് വീക്കൻസ് ഡിഫറെൻറ്റ് കോഴ്സ് ഓഫ് മേസണറി. ഇപ്പോൾ നമ്മളിത് മേസണറി സ്ട്രക്ചർ, സ്റ്റോണും ബ്രിക്കും കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മേസണറി സ്ട്രക്ചറായിട്ടാണ് ഈ ഒരു ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുന്ന വിൻഡിൻ്റെ പവറും ഉണ്ട്, ആ ഒരു സ്ട്രക്ചറിൽ വൈബ്രേഷൻസ് ഉണ്ടാവുകയും ആ ഒരു സ്ട്രക്ചറിൽ വീക്ക്നെസ് ഉണ്ടാവുകയും ചെയ്യും. ദ വേവ് ആക്ഷൻ ഇൻഡ്യൂസസ് സക്ഷൻ ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ഇറോഷൻ ഓഫ് ഫൗണ്ടേഷൻ. അപ്പോൾ വേവ് അടിക്കുന്നതനുസരിച്ച് നമ്മുടെ ഈ ഒരു ഭിത്തിയിലേക്ക് തിരമാല അടിക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫൗണ്ടേഷനിൽ എന്തെങ്കിലും ടൈപ്പ് ഇറോഷൻസ് വന്ന് ഒലിച്ചു പോകാനും ഈ ഒരു സ്ട്രക്ചർ ഫർദർ ഫെയിൽ ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. ഇനി അടുത്തത് സോൾവെൻ്റ് ആക്ഷൻ ഓഫ് സീ വാട്ടർ. ഇറ്റ് കോസസ് ഡേഞ്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ. അപ്പോൾ സീ വാട്ടറിൻ്റെ സോൾവെൻ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോൺസും മെറ്റീരിയൽസൊക്കെ വേവ് ആക്ഷൻ കൊണ്ട് പതുക്കെ ഒലിച്ചു പോവുകയും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അടുത്തത് എഫക്റ്റ് ഓഫ് സീ ഇൻസെക്ട്സ്. അപ്പോൾ നമുക്കറിയാം കടലിൻ്റെ അകത്ത് സീ ഇൻസെക്ട്സ് ഒരുപാടുണ്ട്. ദ കോൺസെൻട്രേഷൻ ആക്ഷൻ ഓഫ് സീ വാട്ടർ റിസൾട്ട് ഇൻ അണ്ടർമൈനിങ് ഓഫ് ഹാർഡസ്റ്റ് ആൻഡ് സൗണ്ടസ്റ്റ് മെറ്റീരിയൽ. അപ്പോൾ എത്ര ഹാർഡായിട്ടുള്ള സ്റ്റോണോ കോൺക്രീറ്റോ റോക്കോ വെച്ചിട്ട് നമ്മൾ ആ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്താലും സീ വാട്ടറിൻ്റെ എഫക്റ്റും ഉണ്ട്, ഉപ്പുവെള്ളത്തിൻ്റെ ആ ഒരു എഫക്റ്റും ഉണ്ട്, സീ ഇൻസെക്ട്സിൻ്റെ എഫക്റ്റും ഉണ്ട്. എത്ര ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആണെങ്കിലും അതിൻ്റെ അകത്ത് അണ്ടർമൈനിങ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് തുരന്ന് ക്രാക്സ് ഒക്കെ വന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. മറൈൻ സ്ട്രക്ചേഴ്സ് ടു ബി മേക്ക് ബൾക്കി ആൻഡ് സ്ട്രോങ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ മറൈൻ സ്ട്രക്ചേഴ്സ്, വെള്ളത്തിൻ്റെ അകത്ത് എന്ത് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്താലും അത് ബൾക്കിയും സ്ട്രോങ്, ബൾക്കി എന്ന് വെച്ചാൽ ഭയങ്കര സൈസ് ഉള്ളതും നല്ല സ്ട്രെങ്ത് ഉള്ളതുമായിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത സെലക്ഷൻ ഓഫ് ടൈപ്പ് ഓഫ് ബ്രേക്ക് വാട്ടർ. അപ്പോൾ ഏത് ടൈപ്പ് ബ്രേക്ക് വാട്ടറാണ് സെലക്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരുപാട് പറഞ്ഞു, ഒരു സിംഗിൾ എൻട്രൻസ് ഉള്ളത്, 2 എൻട്രൻസ് ഉള്ളത്, ഓവർലാപ്പ് ചെയ്ത് വരുന്ന ബ്രേക്ക് വാട്ടേഴ്സ് എന്നൊക്കെ. അപ്പോൾ ഏത് ടൈപ്പ് ബ്രേക്ക് വാട്ടറാണോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ ഒരു പോയിന്റ്സ് വെച്ച് കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഒന്ന്, അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ. അപ്പോൾ മെറ്റീരിയൽ അവൈലബിലിറ്റി നോക്കിയാലേ നമുക്കറിയാൻ പറ്റും ഏത് ടൈപ്പ് ബ്രേക്ക് വാട്ടർ അവിടെ പറ്റും എന്നുള്ളത്. അടുത്ത ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ദ സൈറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ആ ഹാർബർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള സൈറ്റിൽ എത്ര ഡെപ്ത് ഓഫ് വാട്ടർ അവൈലബിൾ ആണോ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തത് നേച്ചർ ഓഫ് ഫൗണ്ടേഷൻ, നേച്ചർ ഓഫ് നാച്ചുറൽ ഫൗണ്ടേഷൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന സൈറ്റിൽ ആ ഒരു സീഡ് ബെഡിൽ ഏത് ടൈപ്പ് സോയിലാണോ ഉള്ളത്, അവിടുത്തെ ഫൗണ്ടേഷൻ ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എക്യുപ്മെൻറ്റ് അവൈലബിൾ ഫോർ കൺസ്ട്രക്ഷൻ. നമുക്കിപ്പോൾ ഒരു ഹാർബർ കൺസ്ട്രക്ട് ചെയ്യണം, അതിൻ്റെ കൂടെ ബ്രേക്ക് വാട്ടേഴ്സാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണോ അത് നോക്കിയാലേ നമുക്ക് പ്രൈമറി സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഫണ്ട് ആൻഡ് ടൈം അവൈലബിൾ ഫോർ കൺസ്ട്രക്ഷൻ. എത്ര ഫണ്ട് ഉണ്ടോ, എത്ര ടൈം നമുക്ക് ആ ഒരു ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാവോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഏത് ടൈപ്പ് ബ്രേക്ക് വാട്ടർ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിലുള്ളത്. താങ്ക് യു.